أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد. وقال النبي صلى الله عليه وسلم: الإسلام يهدم ما كان قبله أو كما قال رسول الله صلى الله عليه وسلم. ബഹുമാനാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഭാര്യാസന്താനങ്ങൾ, നമ്മുടെ ഉസ്താദന്മാർ, അള്ളാഹു അവരുടെ എല്ലാം പരലോക ജീവിതം വെളിച്ചത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെയും അവരെയും എല്ലാം നാളെ ജന്നത്തുൽ ഫിർദൗസിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസന്നിധിയിൽ ഒത്തുചേർക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, മനുഷ്യൻ എപ്പോഴും അള്ളാഹു അവനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവനെ അറിയാനാണ്. അള്ളാഹുവിനെ അറിയണമെങ്കിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ജ്ഞാനം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹുവിനെ പറ്റിയുള്ള ജ്ഞാനം നമുക്കുണ്ടാകുന്നത് നാം നമ്മളെ പറ്റി പഠിക്കുമ്പോഴാണ്. അവനവനെ തന്നെ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് റബ്ബിലേക്കുള്ള മാർഗം എളുപ്പമാക്കപ്പെടുന്നത്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. ആരിഫീങ്ങളായ, അള്ളാഹുവിന്റെ ജ്ഞാനികളായ മഹാരഥന്മാര് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. ആര് തന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചോ അവൻ അവന്റെ റബ്ബിനെ മനസ്സിലാക്കി. അങ്ങനെയാണ് നമ്മൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞത്. ചരിത്രമല്ല പറഞ്ഞത്, ചരിത്രത്തിലെ ചില അന്വേഷണങ്ങളാണത്. ഒരു മനുഷ്യന്റെ ഉള്ളിൽ സത്യത്തെ അന്വേഷിക്കാൻ, അള്ളാഹുവിനെ അറിയാൻ, ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കാൻ, ഞാൻ എന്തിനു വേണ്ടിയാണ് എന്ന അന്വേഷണം നടത്താൻ തുടങ്ങിയപ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല എങ്ങനെയാണ് മദീനയിൽ എത്തിപ്പെട്ടത് എന്ന ചരിത്രം. എത്രമാത്രം തീക്ഷ്ണമായ ഒരു യാത്രയാണത്. എത്രയോ രാജ്യങ്ങൾ കടന്നുള്ള യാത്രയാണത്. സ്വന്തം നാടും വീടും പട്ടണവും സൗകര്യങ്ങളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇതെല്ലാം അപ്പുറത്ത് എന്നെ ഈ ഭൂമി ലോകത്തിലേക്ക് നിയോഗിക്കപ്പെട്ടത് ഭൗതികമായ സുഖാഡംബരങ്ങൾ ആസ്വദിക്കുക എന്ന ലക്ഷ്യത്തിലല്ല എന്ന തിരിച്ചറിവിൽ ഒരു മനുഷ്യൻ പേർഷ്യയിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് മദീനയിലെത്തി പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തണഞ്ഞത് നാം കേട്ടത്, നാം മനസ്സിലാക്കിയത് അങ്ങനെയാണ്. നമ്മൾ സക്സസ് ആയി എന്ന് പറയും, വിജയിച്ചു എന്ന് പറയും. എപ്പോഴാണ്? വലിയ ശമ്പളക്കാരനാണെങ്കിൽ, അല്ലെങ്കിൽ വലിയ ബംഗ്ലാവുകൾ ഉണ്ടെങ്കിൽ, ആഡംബര കാറുകളുടെ വ്യൂഹമുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയ ഒരു ബിഗ് പ്രൊഫൈല് നമുക്ക് സമൂഹത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ പറയും അയാൾ സക്സസ് ആയി എന്ന് പറയും. പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ട് എത്രയോ മനുഷ്യർ ഇതിനെല്ലാം അപ്പുറത്ത് ചില അന്വേഷണങ്ങൾ നടത്തിയാണ് അവരുടെ കുതിരയുടെ കുളമ്പുകൾ പുണ്യനബിയുടെ ചാരത്ത് വന്നണഞ്ഞത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണ് ഓരോ സഹാബിയുടെയും ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയുന്നത്, നമുക്ക് കേൾക്കാൻ കഴിയുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലൂടെ ചില അന്വേഷണങ്ങൾ നമുക്കിന്ന് നടത്താം. സുഹൈബ് റൂമി, സുഹൈബ് ഇബ്നു സിനാൻ, സിനാനിന്റെ പുത്രൻ സുഹൈബ് എന്നാണ്. സിനാൻ എന്നതാണ് വാപ്പയുടെ പേര്. ആ പേരിൽ തന്നെ ഒരു വിചിത്രമായ ഒരു സംഗതിയാണ്. സുഹൈബ് ഇബ്നു സിനാൻ അർ-റൂമി, റോം എന്ന റോമക്കാരനായ സിനാനിന്റെ പുത്രൻ സുഹൈബ് എന്നാണ്. സിനാൻ എന്ന റോമക്കാര് പേര് വെക്കാറില്ല, കാരണം റോമക്കാർ അറബികളല്ലല്ലോ.
സുഹൈബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന് മുമ്പ് ജനിച്ചതും 5 വയസ്സ് വരെ വളർന്നതും അറബികളിലാണ്, അറബിയായിട്ടാണ്, അറബി കുട്ടിയാണ്. ബൈസന്റൈൻ ചക്രവർത്തിമാർ ഗ്രീക്ക് അധിനിവേശം, റോമൻ അധിനിവേശത്തെ തുടർന്നാണ് അറബികളിൽ നിന്ന് കുറെ ആളുകളെ പിടിച്ച് റോമിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ കൂട്ടത്തിൽ സുഹൈബുമുണ്ട്. 5 വയസ്സ് മാത്രമാണ് പ്രായം. പക്ഷേ അടിമയായി റോമിൽ വളരുന്ന സുഹൈബ്, അങ്ങനെയാണ് അടിമത്തത്തിന്റെ വലിയൊരു കാലഘട്ടം റോമിലാണ് ചെലവഴിക്കപ്പെട്ടത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് റോമി എന്ന പേര് ലഭിച്ചത്. റോമക്കാരനല്ല യഥാർത്ഥത്തിൽ, അദ്ദേഹം അറബിയാണ്. അദ്ദേഹത്തിന്റെ ഭാഷ ഗ്രീക്ക് ആയിരുന്നു, അദ്ദേഹത്തിന്റെ സംസ്കാരം, അദ്ദേഹത്തിന്റെ വേഷം, അദ്ദേഹത്തിന്റെ തലമുടി പോലും റോമൻ സ്റ്റൈലായിരുന്നു. അതുകൊണ്ടാണ് സുഹൈബ് റൂമി എന്ന് പറഞ്ഞത്. അടിമയായി റോമിൽ തുടരവേ പല ക്രിസ്തീയ പുരോഹിതന്മാര് വഴി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെ പറ്റി മുൻകൂട്ടി വിവരം ലഭിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? ക്രിസ്തീയ പുരോഹിതന്മാരാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മതങ്ങൾക്കതീതമായ ഒരു ദാർശനിക സൗഹൃദത്തെ പറ്റി നാം പഠിക്കേണ്ടത്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൂതനും ഒക്കെ വേദങ്ങളിൽ നിന്നാണ് ഈ സമൂഹങ്ങൾ ഉണ്ടായത്. ഈ വേദങ്ങൾ തമ്മിലൊരു സൗഹൃദമുണ്ട്, ഒരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പേർഷ്യയിലെ റോമിലേക്ക്, കിസ്രയിലേക്ക്, കൈസറിലേക്കൊക്കെ, ഇവർക്ക് ക്രിസ്ത്യാനികളാണ്, ഇവർക്ക് കത്തെഴുതുമ്പോൾ മിൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് ഇലാ മലിക്കിർ റൂം, അബ്ദുള്ളയുടെ പുത്രൻ മുഹമ്മദിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം റോമിന്റെ ഭരണാധികാരിക്ക് എഴുതുന്ന കത്ത്, അല്ലെങ്കിൽ മിൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് ഇലാ മലിക് ഫാരിസ്, പേർഷ്യൻ രാജാവിന് എഴുതുന്ന കത്ത്, അല്ലെങ്കിൽ കിസ്ര രാജാവിന് എഴുതുന്ന കത്ത്. ഇങ്ങനെ കത്ത് തുടങ്ങും. എന്നിട്ട് ഏത് കത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്ത് എഴുതുമായിരുന്നു. قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله. പ്രവാചകരെ അങ്ങ് പറയുക, യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദക്കാരെ. ആരെയാണ് ഈ വേദക്കാരെന്ന് പറയുന്നത്? വേദക്കാരെന്നാ വിളിക്കുക. ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും വേദക്കാർ എന്നാ വിളിക്കുക, ബഹുമാന പുരസ്സരം. വേദം പഠിച്ചവരാണ്, തൗറാത്ത് പഠിച്ചവരാണ്, ഇഞ്ചീല് പഠിച്ചവരാണ് നിങ്ങൾ. യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദക്കാരെ, തആലൗ ഇലാ കലിമത്തിൻ, നിങ്ങളൊരു വചനത്തിലേക്ക് കടന്നു വരുവിൻ, നിങ്ങളൊരു വചനത്തിലേക്ക് കടന്നു വരുവിൻ. സവാഇൻ ബൈനനാ വബൈനകും, ആ വചനം നമ്മളെയും നിങ്ങളെയും അകറ്റുന്ന വചനമല്ല. ജൂതനെന്നും ക്രിസ്ത്യാനിയെന്നും മുസ്ലിമെന്നും വേർതിരിച്ചു നിന്ന് പരസ്പരം കലഹിക്കാനുള്ള വചനമല്ല, നമ്മളെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു വചനമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. എത്ര മനോഹരമായ ഒരു ആശയ സംവാദമാണ്, എത്ര മനോഹരമായ ഒരു ആശയ വിനിമയമാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിക്കുന്നത്. നമ്മൾ ആലോചിക്കണം. ആ ഒരു ബന്ധം റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ പുലർത്തിയത് അതിനും എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പുണ്യ നബിയുമായി ആ ജൂത ക്രൈസ്തവ സമൂഹം പുലർത്തിയിട്ടുണ്ട്. പ്രവാചകൻ ജനിക്കുന്നതിന് മുമ്പേ പ്രവാചകനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നവരാണ് അവർ. പ്രവാചകൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രവാചകനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. മക്കയിൽ അറബ് സമൂഹത്തിൽ ഒരു പ്രവാചകൻ ഉദയം ചെയ്യുമെന്നും ആ പ്രവാചകനിൽ വിശ്വസിക്കൽ ബാധ്യതയാണെന്നും പറയുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സമൂഹമാണ് യഹൂദരും ക്രിസ്ത്യാനികളും. അതുകൊണ്ടല്ലേ നബുവത്ത് ലഭിച്ച ആദ്യ കൂടിക്കാഴ്ച ആരുമായിട്ടാണ്? വറഖത്ത് ഇബ്നു നൗഫലാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് ഓടി വരുന്നു. പനിയെല്ലാം ഒന്ന് തണുത്ത്
ഒന്ന് ഉഷാറാകുമ്പോൾ പ്രവാചകനെയും കൊണ്ട് ഖദീജ ബീവി പോകുന്നത് വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്തേക്കാണ്. വറഖത്ത് ബിൻ നൗഫൽ ആരാ? വറഖത്ത് ബിൻ നൗഫൽ ക്രിസ്ത്യാനിയാണ്. വറഖത്ത് ബിൻ നൗഫലാണ് റസൂലിനോട് താങ്കൾ ഒരു ചില്ലറക്കാരനല്ലെന്നും താങ്കൾ നിയോഗിക്കപ്പെടാൻ പോകുന്ന യാഥാർത്ഥ്യത്തെ കുറിച്ച് ബോധവാനാക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, താങ്കളുടെ ജനത താങ്കളെ പുറത്താക്കും കേട്ടോ. ഈ മക്കാർ എന്നെ പുറത്താക്കുമെന്നോ? പുണ്യ നബി ചോദിച്ചു, ഇവർ എന്നെ പുറത്താക്കുമെന്നോ? അതെ, പുറത്താക്കും. അന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ താങ്കളെ ഞാൻ ഉജ്ജ്വലമായ രൂപത്തിൽ സഹായിക്കുമെന്ന് പറഞ്ഞു. ആര്? വറഖത്ത് ബിൻ നൗഫൽ ക്രിസ്ത്യാനിയാണ്. അപ്പൊ നമ്മൾ ആ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ ഒരു ബന്ധം കാണാൻ പറ്റും. യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും. നമ്മളെയും നിങ്ങളെയും ചേർത്ത് നിർത്തുന്ന വാക്യം. അത് ആര് പഠിപ്പിച്ച? ഞാൻ വന്ന് ആദ്യം പഠിപ്പിച്ചതല്ല ഇത്. എനിക്ക് മുമ്പ് ഈസാ നബി യേശുക്രിസ്തു പഠിപ്പിച്ചതാണ്. അതിനു മുമ്പ് മോശ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. യൂസുഫ് നബി പഠിപ്പിച്ചതാണ്. യാക്കൂബ് നബി പഠിപ്പിച്ചതാണ്. അങ്ങനെ പോയി അബ്രഹാമിക് ദർശനത്തിൽ അധിഷ്ഠിതമായ സെമിറ്റിക് മതവിഭാഗങ്ങളുടെ ദർശനമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതല്ലാതെ ഇസ്ലാം മുഹമ്മദ് നബി ഉണ്ടാക്കിയതല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം നബി പ്രബോധനം ചെയ്ത് നോഹിന്റെ കപ്പലിലേറി ലൂത്തിലൂടെ, സാലിഹിലൂടെ, ശുഐബിലൂടെ, മൂസയിലൂടെ, ഈസയിലൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ എത്തി നിൽക്കുന്ന ദർശനത്തിന്റെ പേരാണ് ഇസ്ലാം. ആ ഇസ്ലാമാണ് ഈസാ നബി പറഞ്ഞത്. ആ ഇസ്ലാമാണ് മൂസ നബി പറഞ്ഞത്. അതുകൊണ്ട് ആ ബന്ധം അവിടെയുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മുൻ വേദക്കാരുമായുള്ള ബന്ധമാണ് സവാഇൻ ബൈനനാ വ ബൈനക്കും. നമ്മളെയും നിങ്ങളെയും ചേർത്ത് നിർത്തുന്ന ഒരു വചനമേ. ആ വചനത്തിലേക്കാണ് നിങ്ങൾ കടന്നു വരുവിൻ. എന്താണ് ആ വചനം? എല്ലാവരും പറഞ്ഞ വചനം, അല്ലാ നഅബുദ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ നമ്മൾ ഒന്നിനെയും ആരാധിക്കുകയില്ലെന്നും അല്ലാഹുവിനെ കൂടാതെ ലോകത്തൊരു പുരോഹിത വർഗത്തെയും റബ്ബിമാരായി, പുരോഹിതന്മാരായി, നേതാക്കന്മാരായി നാം സ്വീകരിക്കുകയില്ല. ആരാധ്യന്മാരായി, നമ്മുടെ പരിപാലകരായി ആരുമില്ല. അല്ലാഹുവിന്റെയും നമ്മുടെയും ഇടയിൽ ഒരു മീഡിയേറ്ററുമില്ല, ഒരു റബ്ബിയുമില്ല, ഒരു പുരോഹിതനുമില്ല, ഒരു മുസ്ലിയാരുമില്ല. ولا يتخذ بعضنا بعضا اربابا من دون الله. ഈ ഉജ്ജ്വലമായ വചനം ആർക്കാണ് തിരസ്കരിക്കാൻ കഴിയുക? അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യരുടെ ഇടയിൽ ഒരു പുതിയ മതമുണ്ടാക്കി ആളുകളെ പരസ്പരം കലഹിക്കാൻ വേണ്ടി വന്ന ഒരു പ്രവാചകനല്ല എന്നാ പറഞ്ഞു വരുന്നത്. ചേർത്ത് നിർത്താൻ വന്നതാണ്. ജൂതനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും മാനവിക മൂല്യങ്ങളിൽ ഏകദൈവാരാധനയിൽ അധിഷ്ഠിതമായി ഈ സമൂഹത്തെ സമുദ്ധരിക്കാൻ കടന്നു വന്ന പ്രവാചകന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് നമ്മൾ അതിനെ കാണേണ്ടത്. അതുകൊണ്ട് സുഹൈബ് കേട്ടത് വിചിത്രകരമായ കാര്യമൊന്നുമല്ല. സുഹൈബ് ജീവിക്കുന്നത് റോമിലാണ്. റോം ക്രിസ്തീയ സമൂഹമാണ്. അവിടെയുള്ള ക്രിസ്തീയ പണ്ഡിതന്മാരിൽ നിന്ന് സുഹൈബ് റൂമി കേട്ടു ഒരു പ്രവാചകന്റെ ഉദയത്തെ സംബന്ധിച്ച്. ആ മനുഷ്യന്റെ അടിമയാണെങ്കിലും ആ മനുഷ്യന്റെ ഉള്ളിലും ആ കേട്ട അറിവിന്റെ സാക്ഷാത്കാരത്തെ സംബന്ധിച്ച് സ്വപ്നം കണ്ട് ജീവിച്ചു. അങ്ങനെയാണ് മക്കയിൽ നിന്ന് കാരവാനുകൾ റോമിലേക്ക് വരുന്നത്. തിരിച്ച് മക്കയിലേക്ക് പോകുന്ന കാരവാനിൽ കയറിക്കൊണ്ട് സുഹൈബ് റളിയല്ലാഹു തആല അൻഹു മക്കയിൽ എത്തിച്ചേരുന്നത്. മക്കയിൽ വന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വം സംഭവിച്ചിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആനിന്റെ ഒപ്പം കൂടി കച്ചവടം നന്നായിട്ട് പഠിച്ചു. പ്രത്യേകിച്ച് മക്കാരാണ്. മക്കാര് കച്ചവടത്തിൽ വിദഗ്ധരാണ്. മക്കയിലെ ആളുകളോടൊപ്പം ചേർന്ന് കച്ചവടം പഠിച്ചു സുഹൈബ് റൂമി. അങ്ങനെ തുടരുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വത്തെ പറ്റി സുഹൈബ് റൂമി കേൾക്കുന്നത്. താൻ ഇത്രയും കാലം അന്വേഷിച്ച് പുറപ്പെട്ട ആ യാത്രയുടെ സാക്ഷാത്കാരത്തിന് വേണ്ടി
അദ്ദേഹം ദാറുൽ അർഖമിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിപ്പിടമുറപ്പിച്ചിരിക്കുന്ന ഇസ്ലാമിക അധ്യാപനങ്ങൾ പഠിപ്പിച്ചു തുടങ്ങിയിരിക്കുന്ന ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തുടങ്ങിയ ദാറുൽ അർഖം അവിടെ എത്തിച്ചേരുന്നത്. ദാറുൽ അർഖമിലാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. ആദ്യത്തെ 7 മുസ്ലിമീങ്ങളിൽ ഒരു മുസ്ലിം സുഹൈബ് റൂമിയാണ്. പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് അണയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൈബിനെ ചേർത്ത് നിർത്തുകയാണ്. ഇദ്ദേഹം മക്കയിലേക്കൊക്കെ വരുമ്പോൾ അറബി ഭാഷയൊന്നും ഇദ്ദേഹത്തിന് അറിയുകയില്ല, അറബിയാണ്. പക്ഷെ റോമിൽ ജീവിച്ച് ഗ്രീക്ക് ഭാഷയാണ്. പിന്നെ അറബിയൊക്കെ പഠിച്ചതാണ്. കാഴ്ചയിൽ തന്നെ ഒരു റോമക്കാരനാണ്, ആ രൂപത്തിലാണ്. ഏതൊരു മുസ്ലിമും ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ മക്കയിൽ ഉപദ്രവിക്കപ്പെടും, പരീക്ഷിക്കപ്പെടും. ആ പരീക്ഷണങ്ങളിലൂടെ എല്ലാം സുഹൈബ് റൂമിയും കടന്നു പോകുന്നുണ്ട്, വിശദീകരിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വളരെ നിർണായകമായ ഒരു ഘട്ടം എന്ന് പറയുന്നത് പ്രവാചകന്റെ ഹിജ്റയാണ്. പ്രവാചകനോടൊപ്പം ഉറച്ചു നിന്നു, റസൂലിനോടൊപ്പം ഉറച്ചു നിന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ ഹിജ്റയ്ക്ക് വേണ്ടി മദീനയിലേക്ക് പോയി. സുഹൈബ് ഒരുങ്ങുകയാണ് മദീനയിലേക്ക് പോകാൻ. സുഹൈബ് മദീനയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ശത്രുക്കൾ സുഹൈബിനെ റളിയല്ലാഹു അൻഹുവിനെ വലയം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളിൽ ഏറ്റവും നന്നായി അമ്പെയ്ത്തറിയുന്ന ആളാണ്. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ എന്നെ നേരിടുകയാണെങ്കിൽ എന്റെ ആവനാഴിയിലെ അസ്ത്രം തീരുന്നത് വരെ ഞാൻ നിങ്ങളെ നേരിടുക തന്നെ ചെയ്യും. ഒരാൾ പോലും ജീവനോടെ തിരിച്ചു പോവുകയില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരൊറ്റ കാര്യമേ നിന്നോട് പറയാനുള്ളൂ. നീ മക്കയിൽ വന്ന് ഇവിടെ കച്ചവടം ചെയ്ത് ഇവിടെ അധ്വാനിച്ച് ഇവിടെ നിന്ന് ആർജിച്ചെടുത്ത ഈ സമ്പത്ത്, നിന്റെ സമ്പത്ത്, അത് പൂർണ്ണമായി ഞങ്ങളെ ഏൽപ്പിക്കണം. അല്ലാതെ ഇവിടെ നിന്ന് നിനക്ക് മദീനത്തേക്ക് പോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടത് എന്റെ സമ്പത്താണെങ്കിൽ എന്റെ സമ്പത്ത് ഇന്ന സ്ഥലത്തുണ്ട്, നിങ്ങൾ പോയി അതെടുത്തുകൊള്ളുക, എന്നെ എന്റെ വഴിക്ക് വിട്ടേക്കുക. ഒന്ന് ആലോചിച്ച് നോക്കണം. ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് 10-20 വർഷമൊക്കെ കടന്ന് കഷ്ടപ്പെട്ട് വലിയ ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടാക്കി. അപ്പൊ അവിടെ നിന്ന് പറയുകയാണ്, പോകാൻ പറ്റത്തില്ല, ഇത് ഫുള്ള് വിട്ടിട്ട് പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം അവിടെ തകരും. ആളുകളുടെ മുഖത്തെങ്ങനെ നോക്കുന്ന ആദ്യം ചിന്തിക്കുക. നമ്മുടെ സമ്പാദ്യം, നമ്മുടെ ഒരു പുരുഷായുസ് മുഴുവനും നഷ്ടമായി എന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെ എല്ലാം തീർന്നു എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ സുഹൈബ് റൂമി റളിയല്ലാഹു തആല പറഞ്ഞു, അവിടെയുണ്ട്, നിങ്ങൾ പോയി എടുത്തോളുക. അദ്ദേഹത്തെ വിട്ടു പോയിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. അവരവിടെ പോയി എടുത്ത് കഴിഞ്ഞ് അവിടെ ഉണ്ട് എന്ന് ഉറപ്പിച്ച് എടുത്തതിന് ശേഷം സുഹൈബിനെ വിട്ടാൽ മതിയായിരുന്നു, അല്ലാതെ തന്നെ പോയിക്കൊള്ളാൻ പറഞ്ഞു. വിശ്വാസമാണത്. സുഹൈബ് റളിയല്ലാഹു അൻഹു കളവ് പറയില്ലെന്ന വിശ്വാസമാണ്. ആർക്ക്? ശത്രുക്കൾക്ക് പോലും ആ വിശ്വാസമുണ്ട്. കളവ് പറയില്ല എന്ന വിശ്വാസം. അത് എവിടെ നിന്ന് ലഭിച്ചതാണ്? നുബുവത്തിന്റെ മദ്രസയിൽ നിന്ന് ലഭിച്ചതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസ്കാരത്തിൽ നിന്ന് ലഭിച്ചതാണ്. സുഹൈബ് കളവ് പറയാൻ നാക്ക് ഉയർത്തുകയില്ല എന്ന്. സുഹൈബ് വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കുമെന്ന്. കാരണം അവർ ആ റസൂലിനെ വിളിച്ചത് സ്വാദിഖ് എന്നാണ്, സത്യസന്ധൻ എന്നാണ്. ആ റസൂലിനെ അവർ വിളിച്ചത് അമീൻ എന്നാണ്, വിശ്വസ്തൻ എന്നാണ്. എന്തെല്ലാം ആക്ഷേപങ്ങൾ പ്രവാചകനെതിരെ അവരുന്നയിച്ചാലും അവരൊരിക്കലും പറയാൻ ധൈര്യമില്ല അവർക്ക് റസൂല് കളവ് പറയുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂല് വാക്കു പാലിക്കില്ലെന്ന് പറയില്ല അവർ. ആ സ്കൂളിൽ വളർന്ന കുട്ടിയാണ് സുഹൈബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് കളവ് പറയില്ല. അതുകൊണ്ട് ഉറപ്പാണ് സുഹൈബ് എവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ ആ സമ്പത്ത് അവിടെ ഉണ്ടാകും. സുഹൈബ് റളിയല്ലാഹു തആല അൻഹു കടന്നുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൈബിനെ സ്വീകരിച്ചു. റബിഹൽ ബൈഉ അബാ യഹ്യ എന്ന് പറഞ്ഞു. അബൂ യഹ്യ, എത്ര ലാഭകരമായ കച്ചവടമാണ് നീ ചെയ്തത്. മുഴുവൻ സമ്പത്ത്, അയാൾ ഒരു പുരുഷായുസ് മുഴുവനും അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് മക്കയിൽ ഉപേക്ഷിച്ച് തിരിച്ചു വരുമ്പോൾ റസൂല് പറയുന്നത് ലാഭകരമായ കച്ചവടമാണ്. നമുക്കിത് മനസ്സിലാവൂ? ലാഭകരമായ കച്ചവടം ഇതോ?
സമ്പത്ത് മുഴുവനും നഷ്ടപ്പെടുത്തിയിട്ട്. അവിടെയാണ് സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചിന്ത, സമ്പത്ത് മുഴുവനും മക്കയിൽ പോകട്ടെ, എനിക്ക് കച്ചവടം ചെയ്യാൻ അറിയാം. പക്ഷെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തണയാൻ അത് ലഭിക്കുന്നത് അപൂർവമായ ഭാഗ്യം. ആ ഭാഗ്യം എല്ലാവർക്കും ലഭിക്കുന്നതല്ല. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره. നിങ്ങളുടെ പിതാക്കന്മാർ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ജീവിത പങ്കാളികൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങൾ നഷ്ടം സംഭവിക്കുമെന്ന് ആശങ്കപ്പെടുന്ന നിങ്ങളുടെ ബിസിനസ്, നിങ്ങൾ അമ്പരച്ചുംബികളായി വാർത്തൊരുക്കിയിരിക്കുന്ന മണിമാളികകൾ, നിങ്ങൾ ഇതിനെ അള്ളാഹുവിനെക്കാളും അവന്റെ റസൂലിനെക്കാളും നിങ്ങൾ പ്രിയപ്പെടുന്നുണ്ടെങ്കിൽ മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കുറിച്ച് അറിഞ്ഞിട്ടില്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ സാന്നിധ്യത്തിലുള്ള കത്തിക്കാളുന്ന നരകത്തെ കുറിച്ച് നിങ്ങൾ ഭയന്നുകൊള്ളുക. പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് ലക്ഷ്യം എന്താണ്? അതാണ് അന്വേഷിക്കേണ്ടത്. എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? ഇതൊക്കെ പറയുമ്പോ ജീവിതത്തിൽ സമ്പാദിക്കണ്ട എന്നൊന്നുമല്ല. ശുഐബ് റളിയല്ലാഹു തആല അൻഹു പിന്നീട് മദീനയിലേക്ക് പോയി കച്ചവടം ചെയ്തു എന്ന് മാത്രമല്ല, സമൂഹത്തിന്റെ ഇടയിൽ ജീവിച്ചു. പലപ്പോഴും സന്യാസത്തെ കുറിച്ചുള്ള നമ്മുടെ ഒരു തെറ്റിദ്ധാരണ മലകയറലാണെന്നാണ്, മലകയറിപ്പോകലാണെന്നാണ്, മനുഷ്യരുടെ ഇടയിൽ ജീവിക്കാതിരിക്കലാണെന്നാണ്. അങ്ങനല്ല, മനുഷ്യരുടെ ഇടയിൽ ജീവിക്കലാണ്, സമൂഹത്തിൽ ജീവിക്കലാണ്, സമൂഹത്തിന്റെ ഇടയിൽ തന്നെ ഉണ്ടാകലാണ്. അങ്ങനെയാണ് സുഹൈബ് റളിയല്ലാഹുവിന്റെ ജീവിതം പിന്നീട് നമുക്ക് കാണാൻ കഴിയും. സൽമാനുൽ ഫാരിസിയുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാം ഉണ്ടായാലും അവരുടെ ലക്ഷ്യം അവർ മറക്കുകയില്ല. ലക്ഷ്യം എന്താണ്? അല്ലാഹുവും അവന്റെ റസൂലും അല്ലാതെ മറ്റൊന്നുമില്ല എന്നതാണ്. നമ്മുടെ ഈമാൻ അവിടെ എത്തണം. ഈ സുഹൈബിനെ പറ്റിയാണ് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, വമിനൻ നാസി മൻ യശ്രി നഫ്സഹു ബിതിഗാഅ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫും ബിൽ ഇബാദ്. വമിനൻ നാസ്, മനുഷ്യരിൽ നിന്നും മനുഷ്യർ, യശ്രി അവൻ വാങ്ങുന്നു നഫ്സഹു തന്റെ ശരീരത്തെ, ഇബ്തിഗാഅ വജ്ഹില്ലാ മർളാത്തില്ലാ അല്ലാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, മുഴുവൻ സമ്പത്തും കൊടുക്കാണ്. നിങ്ങൾ എന്നെ വിട്ടേക്കൂ എന്നാ പറഞ്ഞത്, എന്റെ ഈ ശരീരത്തെ നിങ്ങൾ വിട്ടേക്കൂ എന്നാ പറഞ്ഞത്, എന്റെ ജീവിതത്തെ നിങ്ങൾ വിട്ടേക്കൂ എന്നാ പറഞ്ഞത്. എല്ലാത്തിനേക്കാളും വലുതാണ് നമ്മുടെ ജീവിതം. നമുക്ക് സമൂഹത്തിൽ എന്തെല്ലാം വിലാസങ്ങളുണ്ടോ, എന്തെല്ലാം പ്രൊഫൈലുകളുണ്ടോ, അതെല്ലാം കഴിഞ്ഞ് നമ്മളിലേക്കൊന്ന് നോക്കണം. നമ്മളപ്പം ആരാണ്? അപ്പോൾ ആരാണ്? വലിയ സാലറി വാങ്ങുന്ന ഉദ്യോഗസ്ഥൻ, പോലീസുകാരൻ, ഡോക്ടർ, എഞ്ചിനീയർ, IAS കാരൻ, IPS കാരൻ, ഇങ്ങനെ നമുക്ക് കുറെ വിലാസങ്ങളില്ലേ സമൂഹത്തിൽ, കുറെ പ്രൊഫൈലുകളില്ലേ. നമുക്കുള്ള പ്രൊഫൈലുകൾ അഴിച്ചു വെച്ചതിന് ശേഷം നമ്മളൊന്ന് നമ്മളെ പറ്റി ഒന്ന് ആലോചിക്കണം. എന്നിട്ട് ചിന്തിക്കണം, ആരാണ് നമ്മൾ, ആരാണ്? അവിടെയാണ് ഒരു കച്ചവടം നടക്കുന്നത്. ആ കച്ചവടത്തെ സംബന്ധിച്ചാണ് പരിശുദ്ധമായ ഖുർആൻ ലാഭകരമായ കച്ചവടം എന്ന് പറഞ്ഞത്. മുഴുവൻ സമ്പത്തും മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് യാത്ര ചെയ്യുന്ന സുഹൈബ് ലാഭകരമായ കച്ചവടം നടത്തി എന്ന് പറഞ്ഞു. അത് ലാഭകരമായ കച്ചവടമാണെന്ന് പറഞ്ഞു. മറ്റൊരു സ്ഥലത്ത് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. കച്ചവടം എന്നാ പറഞ്ഞത്, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞതാ. സത്യം പറയുക എന്ന് പറയുന്നത് പലപ്പോഴും നഷ്ടമാണ് നമുക്ക്, പക്ഷെ അത് ലാഭമാണ് എന്ന് നമുക്ക് തിരിച്ചറിയുന്നതാണ് നമ്മുടെ മനസ്സാക്ഷിയോട് നാം പുലർത്തുന്ന നീതി എന്ന് പറയും. കളവ് പറഞ്ഞുകൊണ്ട് നമുക്ക് പലതും നേടാൻ സാധിക്കും. അവിടെ കളവ് പറയാതിരിക്കുക എന്ന് പറയുന്നത്, സത്യസന്ധത പുലർത്തുക എന്ന് പറയുന്നത് ലാഭമാണ്.
അത് പഠിക്കണമെങ്കിൽ സ്വന്തത്തെ പഠിക്കണം. നാം നമ്മളെ പഠിക്കാൻ തയ്യാറാകണം. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് പഠിക്കാൻ തയ്യാറാകണം. പലിശയിലൂടെ പണം സമ്പാദിക്കാനുള്ള വൈദഗ്ധ്യം നമുക്കുണ്ട്. വലിയൊരു ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്താം. പലിശയ്ക്ക് എടുത്താൽ മതിയല്ലോ. പക്ഷെ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് നമുക്ക് പ്രഥമ ദൃഷ്ടിയാ അത് നഷ്ടക്കച്ചവടമാണെങ്കിൽ അത് ലാഭക്കച്ചവടമാണ്. അത് ലാഭമാണ്. അത് മനസ്സിലാക്കാനുള്ള ഈമാനിക ബോധം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അള്ളാഹു പലിശയെ തകർക്കുമെന്നാ പറഞ്ഞത്. നിങ്ങൾ എന്തൊക്കെ പണിതോളൂ, വീട് വെച്ചോളൂ, ബിസിനസ് പടുത്തുയർത്തിക്കോളൂ, എന്തൊക്കെ ചെയ്തോളൂ, പലിശ അള്ളാഹു തകർക്കും. പലിശ അള്ളാഹു തകർക്കും. എത്രയൊക്കെ വളർന്നു എന്ന് നമ്മൾ അവകാശപ്പെട്ടാലും ശരി തന്നെ, മര്യാദക്ക് പലിശക്കെടുത്ത് ലോണെടുത്ത് വെക്കുന്ന വീടുകളിൽ നിർഭയമായി കിടന്നുറങ്ങാൻ കഴിയാതെ പോകുന്നത്, അതുകൊണ്ടും ജീവിതത്തിന്റെ ആഗ്രഹം സഫലീകരിക്കപ്പെടാതെ പോകുന്നത് അതുകൊണ്ടാണ്. അള്ളാഹു പലിശയെ തകർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേർന്നതല്ല, അത് നഷ്ടക്കച്ചവടമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഈമാനിക ബോധം നമുക്കുണ്ടാകണം.